പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് CM Punk WWE തിരികെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ CM Punk ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് ഉണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തയെ സംബന്ധിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ആദ്യം പങ്കുവെക്കാനുള്ള ചെറിയൊരു അപ്ഡേറ്റ് AEW റെസ്ലറായ മുൻ WWE താരമായ മാറ്റ് ഹാർഡി ഏറ്റവും അവസാനമായി കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡ് കാണാൻ എറീനയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്റ് ഹാർഡി ഇത്തരത്തിൽ WWE ഒരു വീക്ക്ലി എപ്പിസോഡ് ലൈവായി കാണാൻ വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ബാക്ക് സ്റ്റേജിൽ പോയി ഒഫീഷ്യൽസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥം. അതിലൂടെ WWE ഒരു തിരിച്ചറിവ്, ഹാർഡി ബോയ്സിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് CM Punkനെ സംബന്ധിച്ചുള്ളതാണ്. CM Punk അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്, അതായത് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിട്ടേണിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ, ഒന്നാമത്തേത് CM Punk തിരികെ വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ടാണ് റോ നടക്കുന്നത്, അതുകൊണ്ട് പങ്കിനെ തിരികെ കൊണ്ടുവരുന്നു. രണ്ടാമത്തേത് റസൽമീനിയയുടെ ഹോസ്റ്റാണ് താനെന്ന് വെളിപ്പെടുത്തുന്ന ആ ഒരു ഭാഗത്തിന് വേണ്ടി CM Punkനെ തിരികെ കൊണ്ടുവരുന്നതായിരിക്കാം. മൂന്നാമത്തേത് CM Punkൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് നൽകാൻ വേണ്ടിയിട്ടായിരിക്കാം. തൻ്റെ ഇഞ്ചുറി മാറാൻ ഇനി എത്രത്തോളം കാലതാമസം വരും, തൻ്റെ ഇഞ്ചുറിയുടെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നീടുള്ള ഒരു അപ്ഡേറ്റ് ഡ്രൂ മാക്കൻഡയറുമായിട്ടുള്ള സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. CM Punk വന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊമോ ചെയ്യുന്ന സമയത്ത് ഡ്രൂ അവിടേക്ക് കയറി വന്ന് പങ്കിനെ കളിയാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ CM Punkും സെത്തും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ റസൽമീനിയ 40 പങ്കും സെത്തും തമ്മിലുള്ള ഒരു മത്സരമാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ റോയൽ റംബിളിൽ പങ്കിന് അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന ഇഞ്ചുറിയാണ് ഡ്രൂ മാക്കൻഡയറിന് ആ ഒരു സ്പോട്ട് കിട്ടാനുള്ള കാരണം. പക്ഷേ പങ്കും റോളിൻസും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ഈ ഒരു വർഷം തന്നെ നടത്താനും ക്രിയേറ്റീവ് ടീം പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ ഒരു കണ്ടിന്യൂഷനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് CM Punk 2 ആഴ്ച മുൻപത്തെ NXT എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള ഒരു തലത്തിലാണ്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊടുത്തത് NXT ബ്രാൻഡിൻ്റെ കമൻറ്റേറ്ററായ ബുക്കർ ടി ആണ്. ബുക്കർ ടി അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പറയുന്നത് ചെറിയൊരു തർക്കം CM Punkുമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്കർ ടിയുടെ ഒരു അഭിപ്രായം പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ഇൻ്റർനെറ്റിൽ വലിയ ഒരു വിവാദമായിട്ടുള്ള ഒരു പരാമർശമായി അത് മാറി. ആരാധകർ വലിയ രീതിയിൽ ഈ ഒരു അഭിപ്രായം ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്നാൽ ബുക്കർ ടി അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ വന്നിട്ട് അത് തൻ്റെ പോഡ്കാസ്റ്റ് കാണുന്നവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച വാക്കുകളാണ്. താനും CM Punkും തമ്മിൽ റിയൽ ആയിട്ടുള്ള ഒരു ഫൈറ്റൊന്നും നടന്നിട്ടില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ബുക്കർ ടി പറയുന്നുണ്ട്. ഞാനും പങ്കും വലിയ ഫ്രണ്ട്സ് ആണെന്നുള്ളതും ബുക്കർ ടി പറയുന്നുണ്ട്. അപ്പോൾ വലിയ വിവാദമായപ്പോൾ, വലിയ ചർച്ചയായപ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടി ബുക്കർ ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് തന്നെ പോഡ്കാസ്റ്റിൽ വന്ന് മാറ്റി പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും പങ്ക് NXTയിൽ റെഗുലറായി വന്ന് അവിടെ NXTയിലുള്ള പുതുമുഖ താരങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.